ഇത് വായിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലിയിലിരിക്കാനുള്ള ആളാണ്. അബുദാബി ഷാവിയയിലെ ക്യാറ്റ് ബുക്ക് അഡ്വർടൈസിങ് ആൻഡ് കാറ്ററിംഗ് സർവീസ് അല്ലേ? ഒരു ചെലവുമില്ല. ഞാൻ പാട്ട് പാടുമ്പോഴേ ചുമ്മാ ഇങ്ങനെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഹെയർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലേ? ആ പോരട്ടെ. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഇനി നസീർക്ക പറയും തങ്കച്ച വന്നിട്ടുണ്ട് വിളിക്കല്ലേ പൊന്നെ. നമസ്കാരം. OUR-TV 24/7 ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നസീർ പെരുമ്പാവൂറാണ് കൂടെ ഉള്ളത്. നസീർ പെരുമ്പാവൂറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? വേണ്ടെന്നാണ് പറയുന്നല്ലേ? പിന്നെ എന്തൊക്കെയാണ് അബുദാബി വിശേഷങ്ങൾ? അബുദാബിയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരാറുള്ളൂ. ഏറ്റവും പുതിയ വിശേഷം എന്നുള്ളത് നമ്മുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പരിപാടികൾ ഒരുപാട് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ സ്റ്റാർ മാജിക്കിൽ നമ്മുടെ മിന്നും താരം നമ്മുടെ തങ്കച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു സന്തോഷം അറിയിക്കുകയാണ്. തങ്കച്ചനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വർഷത്തെ ബന്ധങ്ങളുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ ഓണാഘോഷത്തിലും നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് തങ്കുവിനെ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിലേക്ക് ക്ഷണിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് തങ്കച്ചനെ, നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചൻ ചേട്ടനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു കരക്ക് സാധാരണ ഇതുപോലെയുള്ള നമ്മൾ നെഞ്ചത്ത് കൊണ്ടുവയ്ക്കാനാണ്. തങ്കച്ചൻ ചേട്ടൻ ഈ UAE ഇപ്പോൾ വന്നത്, അതായത് നമ്മുടെ UAE നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു എന്നാണ് അറിഞ്ഞത് അല്ലേ? അതിന്റെ വിശേഷങ്ങളൊന്ന് പറയാമോ? അലയില്ലേ കുവൈത്തകത്ത് സൂപ്പർ മാർക്കറ്റ് ലുലു. അതെ, ലുലുവിന്റെ നമ്മൾ വിശേഷാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത്, അല്ലാതെ തന്നെ വരുന്ന സമയത്ത് തന്നെ ലുലുവിൻ്റെതായിട്ടുള്ള ഒരു പരിഗണന നമുക്കുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ ഒരു ആൽബം ചെയ്തായിരുന്നു, മുത്തുനബി. ഈ ആൽബം നേരത്തെ റിലീസ് ചെയ്തു. പക്ഷെ എനിക്കത് UAE റിലീസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ലുലു ഗ്രൂപ്പിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചായിരുന്നു, എനിക്ക് എൻ്റെ ആൽബം ഒന്ന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, വേറെ ഏതൊക്കെ പ്രോഗ്രാംസ് പറഞ്ഞിടാ നല്ലതെന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ഡേക്ക് നമുക്കത് റിലീസ് ചെയ്യാം. അപ്പോൾ നാഷണൽ ഡേക്ക് അവരെന്നെ വിളിക്കുകയും ഈ ആൽബം എനിക്കവിടെ അന്നത്തെ ദിവസം റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആൽബം ഇവിടെ റിലീസ് ചെയ്യുന്നത് അത് ഇവരുടെ പേരിലാണ്, ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ. അന്ന് ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അവരാണ് ഈ ആൽബം ഈ UAE ആൽബം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ആൽബം റിലീസ് ചെയ്തു. അവരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു മെമൻറ്റോ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ എന്ന് പറയാൻ നമ്മൾ എല്ലാ സമയത്ത് വരുന്ന സമയത്ത് വിശേഷാൽ ദിവസമായിരുന്നാലും നമ്മുടെ ഒരു വർക്കായിരുന്നാലും അല്ലാതെ വന്നിരുന്നാലും ലുലുകൾ അവർ എന്നെ വിളിച്ചിട്ട് അവരുടേതായിട്ടുള്ളൊരു സ്നേഹം പല രീതിയിലും എൻ്റെ അടുത്ത് തരാറുണ്ട്. അപ്പോൾ ആ ഒരു നിറവിലാണ് 54ാമത് നാഷണൽ ഡേക്ക് ഞാനിവിടെ വന്നത്. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ തങ്കച്ചൻ ചേട്ടൻ എവിടെ ചെന്നാലും തങ്കച്ചൻ ചേട്ടൻ്റെതായ ഒരു ശൈലിയിൽ കുറച്ച് ഒരു ഇതുണ്ടാവുമല്ലോ. എന്താണ് ശൈലി എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും, ഒരു പാട്ടായിരുന്നാലും അതല്ലെങ്കിൽ ഇമിറ്റേഷൻ ആയിരുന്നാലും തങ്കച്ചൻ ചേട്ടൻ്റെതായ ഒരു രീതി കൊണ്ടുവരും. വൺ മാൻ ഷോയിലൂടെ ആൾക്കാരെ കയ്യിലെടുക്കും. ഉദാഹരണത്തിന് ഞാൻ രണ്ടുപേരും പാട്ട് പാടുന്നതാണ്, അതല്ലേ ഈ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറി നിന്നിട്ട് വെള്ളം കുടിക്കുക, തൊണ്ടെന്ന് ക്ലിയർ ചെയ്യുക, ഇങ്ങനെ ആക്കുക ഉള്ള കലാപരിപാടി എനിക്കില്ല. അങ്ങനെ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. പൂവേ செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீ தானொரு பூவின் மடல் பூவே செம்பூவே. ഇനി അത് പിന്നെ ചോദിച്ചു തങ്കച്ച രണ്ടുപേര് ഈ പാട്ട് തങ്കച്ചേട്ടാന്ന് തങ്കച്ചാനിയ രണ്ടുപേര് അല്ല അങ്ങനെ പറയുമ്പോഴേ ഷാജി സാറിന് ഒരു ചെറിയ അല്ല അങ്ങനെയല്ലേ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു കലാകാരന് കൊടുക്കുന്ന ഒരു ബഹുമാനത്തിന് ഞാൻ പ്രായത്തിന്റെ കാര്യമാണ്. പ്രായം നമുക്ക് അവിടെ നടത്തിയേക്കാം. ഒരു പക്ഷേ നമ്മൾ ഒരേ പ്രായമായിരുന്നെങ്കിലാ.
ഇത് ഇപ്പോഴും ചെറുപ്പമല്ലേ അയ്യോ, ഇത് എവർഗ്രീൻ ആണ്, എവർഗ്രീൻ. ഇത് പ്രായത്തിന്റെ ഒന്നും പറയാൻ അല്ല, പറ്റില്ല. ഇവിടെ വരണ സമയത്ത് നമ്മളെ കാര്യമായിട്ടുള്ള രീതിയിൽ പരിഗണിക്കാറുണ്ട്. നമുക്ക് ഒരു മെസ്സേജ് ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയാം. ഞാനല്ല, മിക്ക ആർട്ടിസ്റ്റുകളും ഇവിടെ വരുന്ന മിക്ക ആർട്ടിസ്റ്റുകളും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മളെ ഇക്കരെ ഭാഗത്തുനിന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മളൊരു അനിയനെയൊക്കെ പോലെ വീണ്ടും അനിയനാവുന്നത് അങ്ങനെയൊക്കെ കാണാറുണ്ട്. ശരിക്കും തങ്കച്ചേട്ടൻ ഈ തങ്കൂന്ന് തങ്കു എന്നാണ് അല്ലെ എല്ലാവരും അങ്ങനെയുള്ള, അതെ എല്ലാവരും അങ്ങനെയാണല്ലോ വിളിക്കുന്നത് അല്ലേ? അല്ല, ചേട്ടനെ വിളിച്ചോളൂ. അല്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രായം കുറഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, വിളിച്ചോളൂ. തങ്കു, ഓക്കെ. അല്ല, തങ്കൂന്ന് വിളിക്കുമ്പോഴേ അതിനകത്തൊരു ഒരു കുട്ടിത്വമുണ്ട്, മനസ്സിലായില്ലേ? ആ തങ്കൂന്ന് വിളിക്കുന്ന സ്റ്റാർ മാജിക്കില് ലക്ഷ്മിയാണ് തങ്കൂന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത്. ഇപ്പൊ ഈ തങ്കച്ച എന്നൊക്കെ വിളിയൊക്കെ ഇപ്പൊ എല്ലാം മാറി. ഇപ്പൊ വലിയ ആൾക്കാരും കൊച്ചു കുട്ടികൾ വരെ തങ്കൂന്ന് വിളിക്കുന്നത്. ഇപ്പൊ മരിക്കുന്നവരെ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. അത് അങ്ങനെ വിളിക്കുമ്പോ അതിനകത്ത് ഒരു കുട്ടിത്വം ഉണ്ട്. അതെ, നമ്മുടെ പ്രായം മാറുന്നത് അറിയില്ല, ആ ഒരു ഇതൂടെ ഉണ്ടല്ലോ അല്ലേ? അതെ, പ്രായത്തിലൊന്നും ഒരു കാര്യമില്ലെന്നേ, ജസ്റ്റ് നമ്പർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ 23 വയസ്സ് കണ്ട, ഇനിയിപ്പോൾ അടുത്ത 23 വയസ്സാണ് ആകാൻ പോകുന്നത്. അത് ശരി, ശരിയെങ്കിൽ രണ്ടും കൂടെ വെച്ചോ, 25 ആക്കി. മരിക്കുന്നൊക്കെ തൂക്കി കൊടുക്കുമ്പോ എന്നാ പിന്നെ രണ്ടും കൂടെ വെച്ചോ. ഒരു വിഷമം വേണ്ട എന്നുള്ളതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ആൽബം ചെയ്തു എന്ന് പറഞ്ഞു. ഈ തങ്കച്ചേട്ടൻ പിന്നെ കുറച്ച് സിനിമകൾ ചെയ്തു, അത് ഇപ്പം ആൽബം ചെയ്തു. ഈ ആൽബത്തിന്റെ ഇതിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഞാൻ സാധാരണ മറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ അതൊക്കെയാണ്. അത് ഒരു 4 വരി പാടും. അത് ഒരു ആംബിയൻസ് കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ? മറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ മെര സോപ്പ് പട്ടി, മറിയേ രമ്മേരാട്ടുകുട്ടി മണി, മറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ മെര സോപ്പ് പട്ടി, മറിയേ രമ്മേരാട്ടുകുട്ടി മണി എൻ്റെ മെര സോപ്പ് പട്ടി, പാട്ടുപട്ടി വട്ടപ്പെട്ടി വെറുതെ കുത്തമ്പട്ടി, കുട്ടിരെ തേപ്പ് പട്ടി, പാട്ട് അങ്ങനെ കൊട്ടിയാൽ മാത്രമേ ആ പാട്ടിനൊരു ഭംഗി. ഇങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ പാട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നോക്കി ഇവിടെ വരുമ്പോൾ നമുക്കൊരു മാപ്പിളപ്പാട്ട് വേണം. സാധാരണ ഈ പണ്ടത്തെ VM കുട്ടിയും അദ്ദേഹത്തിൻ്റെയും നമ്മുടെ താജുദ്ദീൻ വടകര, ഷാബി കൊല്ല, ഇവരുടെയൊക്കെ ഈ മാപ്പിളപ്പാട്ടൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ടി ഒരു പാട്ട് വേണം. ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നല്ലൊരു പാട്ട് വേണമല്ലോ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് കിട്ടിയൊരു പാട്ടാണ് ഈ പ്രവാസികളാണെന്നെങ്കിൽ ആദ്യമായിട്ട് ആരാണ് ഇവിടെ വന്നത് എങ്ങനെ. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ആ വരിയൊക്കെ എഴുതിയിട്ട് ഒന്ന് ചിട്ടപ്പെടുത്തിയൊക്കെ എടുത്തത്. അത് ആദ്യപാദം കുത്തിയതാര്, കനവ് നേടിയത് എത്ര പേര്, കടല് കടന്നൊരു നബിയുടെ നാട്, കഥന കണ്ണീരൊപ്പിയ നാട്, ആഴമേറും ആശയോടെ പറവ പോലെ ഞാൻ പറന്ന്, കാലമെല്ലാം മണ്ണിലാണ്, 2 കണ്ണും വീടിലാണ്, പാരമെല്ലാം എന്നിലാണ്, എന്റെ അഭയം നിന്നിലാണ്, മുത്തുനബിയേ മുത്തുനബിയേ പുണ്യനബിയേ പുണ്യനബിയേ, മുത്തുനബിയേ മുത്തുനബിയേ പുണ്യനബിയേ പുണ്യനബിയേ. ഇത് വേണം നമുക്ക് ഇതിൻ്റെ സമയത്ത് നമുക്ക് ആ പാട്ടിൻ്റെ ഒറിജിനൽ എടുത്തിടാൻ പറ്റും. പിന്നെ ഇത് ഞാൻ ഇവിടെയും നാട്ടിലുമായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പ്രവാസി വന്ന് കഷ്ടപ്പെട്ടതിന് ശേഷം അവസാനം അദ്ദേഹത്തിന് ഈ മണ്ണ് നമ്മൾ ചതിച്ചിട്ടില്ല, നമുക്ക് തന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പുള്ളി രക്ഷപ്പെടുന്നതായിട്ടാണ് ഈ ആൽബത്തിലെ വരികളൊക്കെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള വരികളൊക്കെ അതിനകത്തൊരു കഥയൊക്കെ ഉണ്ട്. ഈ മറ്റുള്ള ആൽബമൊക്കെ ഇറക്കിയതിനാലും ഏറ്റവും കൂടുതൽ എനിക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പാടാനും ഇറക്കിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ആൽബം ഇറക്കിയതിലാണ് എനിക്ക്. അതെ, പ്രത്യേകിച്ച് പ്രവാസത്തിൽ വരുമ്പം ഈ മാപ്പിളപ്പാട്ട് ഒരുപാട് സ്നേഹിക്കുന്നതാണ് പ്രവാസികൾ. കാരണം നാട്ടിലേക്കാളും ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എനിക്ക് തോന്നുന്നു പ്രവാസത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഓണമായിരുന്നാലും, ഓണം ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴും ഓണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡിസംബർ ആയി, ഇനി ആ ക്രിസ്മസ് വരെ ഓണം നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് മാർച്ചിലും ഏപ്രിലൊക്കെ. അതെ, അതുവരെ അങ്ങ് പോകും. അത് നമുക്ക് ഈ കൂടുതലും നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് അറിയാൻ പറ്റും, ആർട്ടിസ്റ്റുകളിലെ കൂടുതൽ പ്രോഗ്രാമൊക്കെ വരുന്നത് അറിയാൻ പറ്റും. അങ്ങനെയാണ് ഈ ആൽബത്തിൻ്റെ ഇത് നമുക്കിവിടെ ചെയ്യണമല്ലോ, നമുക്ക് ഇറക്കിയിട്ട് നമുക്ക് എവിടെയാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെയാണ് അതിൻ്റെ ഇത്. അപ്പം ഞാനിത് എങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യും,
ലുലുവിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചെയ്യാം, വന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവർ നല്ലൊരു മെമ്മൻ്റെയും തന്നു. അങ്ങനെയാണ് ഞാൻ ക്യൂട്ടീസുകാരുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ക്യൂട്ടീസും കൂടെ ചേർന്നാലും നിങ്ങൾക്ക് അതിനുള്ള അനുമതിയൊക്കെ തന്നു. അവരുടെ പ്രസൻസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ. അപ്പോൾ ഈ വന്നു, ഈ നാഷണൽ ഡേയുടെ ഇത് ആൽബം റിലീസ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഇനി എന്താണ് അടുത്ത ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്? നാട്ടിൽ കയറി പോകണം. നാട്ടിൽ കയറി പോകണം. അത് ഇവിടെ വന്ന് കുറച്ച് കലാകാരനായതുകൊണ്ട് കുറച്ച് ദിവസം കഴിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്താണ് മനസ്സിൽ ഒരു ചാനലിൻ്റെ അവർ TV 24/7 അവർ TV 24/7 അല്ല, നിങ്ങൾ ഈ എന്നെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ എന്നെ ഈ അന്യനാക്കുകയാണ്.